ലീഡ് ചെയ്യുന്നുണ്ട്. ഇടുക്കിയിൽ 5-0 എന്നുള്ളതാണ്. എറണാകുളത്ത് 14-0 മലപ്പുറത്ത് 16-0 പി രാജീവ് ഇപ്പോഴും 2000 വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുന്നു എന്നതാണ്. മറ്റൊരു മന്ത്രി കൂടി വലിയ തോൽവിയിലേക്കാണ് പോകുന്നത് എന്നതാണ്. ഒരുപക്ഷെ എറണാകുളം ജില്ലയിൽ LDF പ്രതീക്ഷിക്കാവുന്ന ഏക സീറ്റായി കളമശ്ശേരി മാറുകയാണ്. കൊച്ചിയും പക്ഷേ UDF വലിയ ലീഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചവറയിൽ ഷിബു ബേബിജോൺ 6800, ചവറയിൽ ഷിബു ബേബിജോൺ 6800 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കായംകുളത്ത് ആലുവയിൽ അൻവർ സാദത്ത് 1591 വോട്ടുകൾക്ക് ആലുവയിൽ അൻവർ സാദത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. തിരുവല്ലയിലെ അനൂപ് ആന്റണിയുടെ മേൽക്കൈ തന്നെയാണ് ഇപ്പോഴും വീണ്ടും BJPയെ സംബന്ധിച്ചിടത്തോളം. BJPയുടെ യുവ നേതാവ് അനൂപ് ആന്റണി നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നേരിട്ട് അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ച അനൂപ് ആന്റണി ഇപ്പോഴും ലീഡ് ചെയ്യുന്നു. അത് കേവലം 31 വോട്ടുകൾക്കെങ്കിൽ പോലും. വട്ടിയൂർക്കാവിൽ മുരളീധരൻ ലീഡ് പിടിക്കുന്നു. 52 വോട്ടിന് വട്ടിയൂർക്കാവിൽ മുരളീധരൻ ലീഡ് ചെയ്യുന്നു. അരുവിക്കരയിൽ LDF തിരിച്ചു പിടിച്ചു. അനൂപ് ആന്റണി തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ 2824. തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ ലീഡ് 2824. തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ ലീഡ് 2824. NDA സ്ഥാനാർത്ഥി 31 നിന്നാണ് 2000-ലേക്ക് അനൂപ് ആന്റണി വോട്ട് ഉയർത്തുന്നത്, ലീഡ് ഉയർത്തുന്നത്. അതേസമയം VN വാസവൻ 9000-ലധികം വോട്ടുകൾക്കാണ് ഇപ്പോഴും പിന്നിൽ നിൽക്കുന്നത്. CPM സ്ട്രോങ് ഹോൾഡായ മട്ടന്നൂരിൽ VK സനോജിന്റെ ലീഡ് വെറും 554. മട്ടന്നൂരിൽ ലീഡ് എത്ര? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2000 വോട്ടിൽ പിന്നിൽ നിൽക്കുമ്പോഴാണ് മട്ടന്നൂരിൽ വെറും 500 വോട്ടുകളുടെ ഭൂരിപക്ഷം. മട്ടന്നൂരിൽ വെറും 500 വോട്ടുകൾക്ക് മാത്രം ഇപ്പോൾ ലീഡ് ചെയ്യുന്നു VK സനോജ്. മട്ടന്നൂരിൽ നേരത്തെ വന്നതാണ് 2074 വോട്ടിന് അവിടെ ഗോവിന്ദൻ മുന്നിലാണ്. മട്ടന്നൂരിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്നത് കാത്തിരുന്ന് കാരണം. അവിടെ പിന്നിലാണ് അവിടെ മന്ത്രി വാസവൻ 9483 വോട്ടിനാണ് പിന്നിൽ. അരുവിക്കരയിൽ ജി സ്റ്റീഫൻ 218, കേവലം 218. പി പ്രസാദ് ലീഡ് തിരിച്ചു പിടിച്ചു. മന്ത്രി പി പ്രസാദ് ചേർത്തലയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. 1286 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. ഇപ്പോൾ AP അനിൽകുമാർ മാധ്യമങ്ങളെ കാണുന്നു. 10 വർഷക്കാലത്തെ ഈ ഭരണം അവസാനിക്കുന്ന UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സുദിനമാണ്. ആ സുദിനം ഇന്ന് കേരളം മുഴുവൻ ആഘോഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളം ആഘോഷിച്ചു തുടങ്ങി, UDF ആഘോഷിച്ചു തുടങ്ങി. അനിൽകുമാറിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. കേരളം ആഘോഷിക്കും, UDF ആഘോഷിക്കും. പല തലകളും ഉരുളുന്നു. വടകരയിൽ KK രമ 4795 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലാണ്. KK രമയും ഇത്തവണ വിജയം ഉറപ്പിക്കുകയാണ്. തരൂരിൽ PP സുമോദാണ് 3545 വോട്ടുകൾക്ക് ഇടത് സ്ഥാനാർത്ഥി. സുമോദ് ഒരിക്കൽ കൂടി വിജയത്തിലേക്കാണ്. പയ്യന്നൂരിൽ മധുസൂദനന്റെ മുന്നേറ്റം തന്നെയാണ്. വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ മുതലുള്ള ആ മുന്നേറ്റം 5740-ലേക്ക് കണക്കിൽ 87 UDF, അവിടെ NDA 4 എന്നുള്ളത് 3 ആയിട്ടുള്ളൂ. നിയമവും പാലക്കാട് പിന്നിലായില്ലേ? ശോഭാ സുരേന്ദ്രൻ വീണ്ടും തിരികെ എത്തി. പിണറായി ഉൾപ്പെടെ 14 മന്ത്രിമാർ പിന്നിലാണെന്ന്. പിണറായി വിജയൻ ഉൾപ്പെടെ 14 അവിടെയാണ് രഞ്ജിത്ത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ വീണ്ടും മത്സരിച്ച മന്ത്രിമാരിൽ ഒരാൾ മാത്രമായിരുന്നു പരാജയപ്പെട്ടത് എങ്കിൽ ഇപ്പോൾ ഇതാ 14 മന്ത്രിമാർ പിന്നിൽ നിൽക്കുന്നു. അതാണ് ഏറ്റവും വലിയ തിരിച്ചടി. ഏതാണ്ട് 10000 വോട്ടിന് പിന്നിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഏറ്റുമാനൂരിൽ എന്നതാണ്. നാട്ടകം സുരേഷ് കൃത്യമായി അവിടെ ആദിരാടിയായ സ്ഥാനാർത്ഥി 3490 വോട്ട് മാത്രമാണ് നേടിയിട്ടുള്ളത്. തരൂർ സംസാരിക്കും. ശശി തരൂരിന്റെ പ്രതികരണമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മലമ്പുഴയിൽ ഇടതു മുന്നേറ്റം തന്നെയാണ്. 5640 വോട്ടിനാണ് ഇടത് സ്ഥാനാർത്ഥി അവിടെ മുന്നിട്ട്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ ഇപ്പോൾ 1435 വോട്ടിന് പിന്നിൽ. അതായത് ജ്യോതികുമാർ ചാമക്കാലയുടെ ലീഡ് കുറഞ്ഞിട്ടുണ്ട് അല്ലെ? 1435 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്കും ബംഗാളിലേക്കും വളരെ വേഗം ഒന്ന് പോയി വരാൻ. തമിഴ്നാട്ടിൽ വിജയ് മുന്നിലാണ്. പക്ഷെ സ്റ്റാലിൻ കുളത്തൂരിൽ പിന്നിലാണ്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഇവിടുത്തെ പിണറായി വിജയന്റെ അതേ അവസ്ഥ സ്റ്റാലിന് സംഭവിക്കുന്നു. സ്റ്റാലിൻ പിന്നിലാണ്. കുളത്തൂരിൽ MK സ്റ്റാലിൻ പിന്നിൽ. ധർമ്മടത്ത് പിണറായി പിന്നിലാണെങ്കിൽ MK സ്റ്റാലിൻ അവിടെ പിന്നിൽ. വിജയ് അവിടെ മുന്നിലാണ്. 97 സീറ്റിൽ അവിടെ 97 സീറ്റിൽ DMK ഒരുപക്ഷെ AI ഞങ്ങളുടെ വാതിലുകൾ
AIDMKയും TVKയും ചേർന്ന് സർക്കാർ ഉണ്ടാക്കാനുള്ള എല്ലാ തരത്തിലുമാണ് അവിടുത്തെ ഫലമെന്നാണ് മനസ്സിലാക്കേണ്ടത്. AIDMKയും TVKയും ചേർന്ന് വിജയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് അവിടെ സർക്കാർ രൂപീകരിച്ചേക്കാം. ബംഗാളിൽ BJPയുടെ തേരോട്ടമാണ്. ബംഗാളിൽ മമതയുടെ 3 ടേം ഭരണത്തിൽ അറുതി വരുത്തിക്കൊണ്ട് ബംഗാളിൽ വലിയ ഭൂരിപക്ഷം BJP നേടുന്നു. അമിത്ഷായുടെയും മോദിയുടെയും ഐതിഹാസിക വിജയം. ബംഗാൾ തിരിച്ചുപിടിക്കുന്നു. അസമിൽ BJP മുന്നേറുന്നു. പുതുച്ചേരിയിലും BJP ആണ് ഭരണത്തിൽ. മാത്രമേ ഉള്ളൂ ഭരണവിരുദ്ധ വികാരമില്ലാത്തത്. മറ്റു 3 സംസ്ഥാനങ്ങളിലും ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതിന്റെ സൂചനകൾ വരുന്നു. കായംകുളത്തേക്ക് വന്നാൽ M ലിജു ലീഡ് ഉയർത്തുന്നു. 1327 വോട്ടായി ലീഡ് ഉയർത്തുന്നു 3 റൗണ്ട് പിന്നിടുമ്പോൾ. KB ഗണേഷ് കുമാർ 1435 വോട്ടിന് പിന്നിലാണ്. അവിടെ ജ്യോതികുമാർ ചാമക്കാല കൃത്യമായി ലീഡ് ഉയർത്തുന്നത് കാണാം. VT ബൽറാമിന്റെ ഭൂരിപക്ഷം തൃത്താലയിൽ കൂടി. VT ബൽറാമിന്റെ ഭൂരിപക്ഷം കൂടിയിട്ട് അത് 1091 ആയി. VT ബൽറാം 652 ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ട് 737 വോട്ടുകൾക്ക് മുന്നിൽ. ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ട് 737. നാട്ടികയിൽ ഗീതാ ഗോപി 2000-ലധികം വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. KV സുമേഷ് 3011. കൊണ്ടോട്ടി ഡോക്ടർ P ജിജി ആണ് 1100 വോട്ടുകൾക്ക്. കുണ്ടറയിൽ PC വിശ്വനാഥ് വിജയം ആവർത്തിക്കുമോ എന്നതാണ്. 4000-ലധികം വോട്ടുകൾക്ക് ഇപ്പോൾ വിശ്വനാഥ് മുന്നിട്ട് നിൽക്കുകയാണ്. കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാർ 532 നേരിയ മേൽക്കൈ മാത്രമാണുള്ളത്. ഏറനാട് PK ബഷീർ 7365 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഗിന്റെ PK ബഷീർ മുന്നിട്ട് നിൽക്കുന്നു. വൈപ്പിനിൽ MB ഷൈനിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. കുന്നംകുളത്ത് AC മൊയ്തീൻ. പാലായിൽ മാണി സി കാപ്പൻ ലീഡ് ഉയർന്നു. ഇപ്പോഴും പിന്നിൽ തന്നെയാണ്. പിന്നിൽ തന്നെയാണ് ഇപ്പോഴും പിന്നിൽ തന്നെ തുടരുന്നു. രമേശ് ചെന്നിത്തല ലീഡ് ഉയർത്തുന്നു. 7000-ലധികം വോട്ടിന്റെ ലീഡ്. And it is a victory of the people of Kerala. ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി പറയുന്നു. കേരളത്തിലെ ജനങ്ങൾ ശരിയായ തീരുമാനമെടുത്തു എന്നതാണ്. UDFന് അത്രമേൽ വലിയൊരു അപ്പർ ഹാൻഡ് നമ്മുടെ ടാലി ഇപ്പോൾ 87-48 എന്ന നിലയിൽ കാണുന്നു. 2ഉം 3ഉം റൗണ്ടുകൾ മാത്രം പിന്നിട്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ തന്നെ കോൺഗ്രസ് ആഘോഷം തുടങ്ങുന്നു. പ്രതികരണങ്ങൾ വന്നു സംശയമില്ല. മന്ത്രിമാർ തകർന്നടിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ UDF ഭരണം ഉറപ്പിച്ചിരിക്കുകയാണ്. സജി ചെറിയാൻ ഒരു ആശ്വാസമായിരിക്കുകയാണ് LDFന്. സജി ചെറിയാൻ ഇപ്പോഴും ചെങ്ങന്നൂരിൽ. വാമനപുരത്ത് സുധീർ ഷാന്റെ ഭൂരിപക്ഷം 4000 കടന്നു. M ലിജു ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഭാഗ്യം കടാക്ഷിക്കാത്ത ഒരു യുവനേതാവാണ് M ലിജു. എറണാകുളം ജില്ലയിൽ LDFന് ആശ്വാസം വൈപ്പിനാണ്. അവിടെ LDF ലീഡ് തിരിച്ചു പിടിച്ചു. 496 വോട്ടിന് MB ഷൈനി മുന്നിൽ. അവിടെ നേരത്തെ ടോണി ചമ്മണിയായിരുന്നു മുന്നിൽ. മഞ്ചേശ്വരത്ത് അഷ്റഫിന്റെ മേൽക്കൈ 2400-ൽ അധികമാണ്. 2400-ന് മുകളിൽ ഇപ്പോഴും മഞ്ചേശ്വരത്ത്, അതായത് K സുരേന്ദ്രൻ ഇപ്പോഴും 2400-ഓളം വോട്ടുകൾക്ക് പിന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. ഇടതുകോട്ടയായ വൈക്കത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. LDFന്റെ ലീഡ് 224 വോട്ടുകൾ മാത്രമായി കുറഞ്ഞിരിക്കുകയാണ്. CPIയുടെ കോട്ടയാണ്. CPI തുടർച്ചയായിട്ട് ജയിക്കുന്ന മണ്ഡലത്തിലാണ് 224 വോട്ടിന്റെ ലീഡ്. വലിയ അത്ഭുതങ്ങൾ. ധർമ്മടത്ത് അബ്ദുൾ റഷീദിന്റെ ഭൂരിപക്ഷം 2077-ൽ തുടരുന്നു. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ 806 വോട്ടുകൾക്കാണ്. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ 806 വോട്ടുകൾക്കായി ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. 806 വോട്ട്, പക്ഷേ അതും വലിയൊരു മെജോറിറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നാട്ടികയിൽ ഗീതാ ഗോപിയുടെ മേൽക്കൈ എന്നത് 2000-ന് മുകളിലേക്കാണ് എങ്കിൽ ചേലക്കരയാണ് ഇപ്പോൾ വളരെ സേഫായി, അതായത് 12000-ലധികം വോട്ടുകൾ ആണ് ചേലക്കര മേൽക്കൈയായി നേടിയിട്ടുള്ളത്. ചേലക്കര എന്തായാലും ഇടതു മുന്നണി ഉറപ്പിക്കുന്നു എന്നതാണ്. ഷൊർണൂരിൽ LDF ലീഡ് തിരിച്ചുപിടിക്കുന്ന മമ്മൂക്കിയുടെ ലീഡ് തിരിച്ചുപിടിക്കുന്ന കാഴ്ചയാണ് ഷൊർണൂരിലുള്ളത്. 5 റൗണ്ടുകൾ പിന്നിടുമ്പോഴാണ് 2776 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോഴും VD സതീശന്റെ പ്രകടനം ഒട്ടും മികച്ചതല്ല എന്നത് പറയേണ്ടതുണ്ട്. ഇപ്പോൾ 995 വോട്ടുകൾ മാത്രമാണ് VD. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.